ഹായ്. അവസരങ്ങൾ എപ്പോഴും നമ്മളെ തേടി വരില്ല. നമ്മളെ തേടി വരുന്ന അവസരങ്ങൾ ഒരിക്കലും പാഴാക്കാനും പാടില്ല. +2 സയൻസിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2026 നീറ്റ് നല്ലൊരു അവസരമാണ്. അപ്പം നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണോ, എന്തിനാ എഴുതുന്നത്, എങ്ങനെയാണ് എഴുതുന്നത് എന്നറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നീറ്റിന്റെ നോട്ടിഫിക്കേഷൻ ഇന്നാണ് വന്നത്. അതായത് ഫെബ്രുവരി 8-നാണ് 2026 നീറ്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. മാർച്ച് 8 വരെ ആ ടൈം ഉണ്ട്. അതുകൊണ്ട് ഒരു മാസം സമയമെടുത്ത് വളരെ പതുക്കെ നിങ്ങൾ പോയിട്ട് നിങ്ങൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയി അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡ് വേണം, പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, സിഗ്നേച്ചർ വേണം, അതുപോലെ തന്നെ നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ മാർക്കിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് കാര്യങ്ങൾ വേണം. അതുപോലെ തന്നെ എന്തെങ്കിലും പ്രൂഫുകൾ നിങ്ങൾക്ക് അവിടെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ നേറ്റിവിറ്റി, അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാം അവിടെ ചോദിക്കുന്ന എല്ലാ ഡോക്യുമെന്റ്സും നിങ്ങൾ അത്യാവശ്യം കയ്യിൽ കരുതണം. അതുപോലെ തന്നെ ഒരു ലൈവ് ഫോട്ടോസ് ആയിരിക്കും അവിടെ നിന്ന് എടുക്കുക. അതൊരു മാറ്റമാണ്. ആ ഫോട്ടോസ് എടുക്കാൻ നിന്ന് കൊടുക്കണം. പിന്നെ എന്തൊക്കെയാണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് നീറ്റിന്റെ വെബ്സൈറ്റിൽ നിന്ന് കിട്ടും, അപ്ഡേറ്റ് ചെയ്ത് കിട്ടും. അപ്പൊ നീറ്റിന്റെ വെബ്സൈറ്റ് NTA.nic.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് അതിൽ എന്തൊക്കെയാണോ വേണ്ട അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ആദ്യം പറയുന്നത് നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണോ എന്നുള്ളതാണ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാം. നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ നിർബന്ധമായിട്ടും +2 സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ എഴുതണം. ഏകദേശം 24 ലക്ഷം കുട്ടികൾ എഴുതുന്ന എക്സാമിനേഷൻ ആണ്. കിട്ടുമോ കിട്ടില്ല ഒന്നും നിങ്ങൾ നോക്കണ്ട, എഴുതൽ നിർബന്ധമാണ്. കാരണം നമുക്ക് ഇപ്പോൾ MBBS വേണ്ടാത്തവരുണ്ടാവാം, BDS വേണ്ടാത്തവരുണ്ടാവും. എന്നാലും ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് MBBS-നും BDS-നും BHMS-നും BAMS-നും അതുപോലെ AFMC, എയിംസ് മറ്റുള്ള കുറേ എക്സാമിനേഷൻ. ഈ എക്സാമിനേഷൻ ഒക്കെ ബേസ് ഈ നീറ്റ് തന്നെയാണ്. അപ്പൊ ഈ നീറ്റ് ഇതിനു വേണ്ടി മാത്രമല്ല. നമ്മൾ ഏതെങ്കിലും പാരാമെഡിക്കൽ മേഖലയിലേക്കോ അല്ലെങ്കിൽ അത്യാവശ്യം ആവറേജോ ബിലോ ആവറേജ് കോഴ്സിലേക്കോ പോകുന്ന സമയത്ത് അവിടുന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതിയോ, ക്വാളിഫൈഡ് ആണോ, എത്ര മാർക്ക് ഉണ്ട്, എന്റെ രജിസ്ട്രേഷൻ നമ്പർ എത്രയുണ്ട്, അതൊക്കെ വെച്ചിട്ട് നമുക്ക് മാനേജ്മെന്റ് സീറ്റ് ഒഴിവാക്കിയിട്ട് നമുക്ക് മെറിറ്റ് സീറ്റിലൊക്കെ അഡ്മിഷൻ LBS വഴി എടുക്കുന്ന സമയത്ത് അത് അത്യാവശ്യം നമ്മൾ ഉപകരിക്കുന്ന ഒരു സാധനമാണ് നീറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ റിസൾട്ട്. അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. +2 പഠിക്കുന്ന നിങ്ങൾ +2 അതേ സബ്ജക്ട്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒന്ന് കുറച്ചും കൂടെ വൃത്തിയായിട്ട് പഠിക്കുക. ബേസ്ഡ് ഓൺ NCERT പഠിക്കുക. അതിന്റെ പുറമെ ബോർഡ് എക്സാമിനേഷൻ കഴിഞ്ഞ ഒരു മാസം ഗ്യാപ്പ് ഉണ്ടാവും. ആ ഒരു മാസത്തിൽ കുറച്ച് കോമ്പറ്റേറ്റീവ് എൻട്രൻസ് എക്സാമിനേഷൻ മോഡൽ, അതായത് നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതായത് NCERT-നുള്ളിൽ മതി, NCERT പുറത്തേക്ക് വേണ്ട. കംപ്ലീറ്റ് NCERT നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി പഠിക്കുക. ജസ്റ്റ് എന്ത് ചെയ്യുക, ആ എൻട്രൻസ് എക്സാമിനേഷൻ May 3-നാണ്. ഇനി വരുന്ന May 3-ാം ഉച്ചയ്ക്ക് ശേഷമാണ്. 3 മണിക്കൂർ എക്സാമിനേഷൻ ആണ്. 720-ലാണ് എക്സാം മാർക്ക് വരുന്നത്. 180 ക്വസ്റ്റ്യൻ 180 മിനിറ്റ് കൊണ്ട് എഴുതേണ്ട എക്സാമിനേഷൻ ആണ്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും. അറിയാത്തവർക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യും. ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ഓരോരോ നോട്ടിഫിക്കേഷൻ അനുസരിച്ചും അതുപോലെ തന്നെ അപ്ഡേഷൻ അനുസരിച്ചും വീഡിയോ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ May 3-ാം ഉച്ചയ്ക്ക് ശേഷം ആണ് എക്സാമിനേഷൻ. 3 മണിക്കൂറാണ് സമയമുണ്ട്. ഓക്കെ. ധൈര്യമായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന എക്സാമിനേഷൻ ആണ്. അപ്പൊ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് നോട്ടിഫിക്കേഷൻ വന്നു എന്ന് മനസ്സിലാക്കുക. ആ നോട്ടിഫിക്കേഷൻ വെബ്സൈറ്റ് കയറി എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള കാര്യം ഡീറ്റെയിൽസ് എടുത്ത് വെക്കുക. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം നിങ്ങൾ ഒരു മാസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും അപ്ലോഡ് ചെയ്താൽ മതി. ധൃതി പിടിക്കരുത്. ഓക്കെ. ഇനി അഥവാ ധൃതി പിടിച്ച് നിങ്ങൾ ചെയ്തു, എന്തെങ്കിലും തെറ്റുകൾ വരുത്തി എന്ന് വിചാരിക്കുക, പേടിക്കേണ്ട ആവശ്യമില്ല. മാർച്ച് 8 കഴിഞ്ഞാൽ ഒരു 4 ദിവസത്തോളം നിങ്ങൾക്ക് ആ കറക്റ്റ് ചെയ്യാനുള്ള, തെറ്റുകൾ തിരുത്താനുള്ള സമയം കൂടി ഉണ്ട്. അപ്പൊ എല്ലാം കൊണ്ട് നിങ്ങൾക്ക് ഉഷാറായിട്ട് എക്സാം എഴുതാൻ പറ്റും. അപ്പൊ നല്ല മക്കളായിട്ട് ഇപ്പം തന്നെ എന്ത് ചെയ്യണം, 10ാം ക്ലാസ് കഴിഞ്ഞു, +1 കഴിഞ്ഞു, ഇപ്പൊ +2 പഠിച്ചുകൊണ്ടിരിക്കുക. ഈ +2 സബ്ജക്റ്റ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. ബോർഡ് എക്സാമിന് വേണ്ടി പഠിക്കുക. അതിന്റെ കൂട്ടത്തിൽ നീറ്റ് എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടും കൂടെ ഒന്ന് പഠിക്കുക. സ്വന്തമായിട്ട് പഠിച്ചാൽ മതി, ആരുടെ ഹെൽപ്പ് ഒന്നും ആവശ്യമില്ല. നീറ്റ് എക്സാമിനേഷൻ നന്നായിട്ട് എഴുതാൻ കഴിയട്ടെ. അപ്പൊ ഇന്ന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ധൃതി കൂട്ടണ്ട, ഒരു മാസം സമയമുണ്ട്. ഓരോ വീഡിയോസും അപ്ഡേറ്റ് ചെയ്തിരിക്കും. നന്നായിട്ട് എഴുതണം എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. 30 ലക്ഷം 40 ലക്ഷം ആളുകളുടെ ആയിക്കോട്ടെ, പേടിക്കേണ്ട. നിങ്ങൾ എഴുതി നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾ കാണിക്കണം. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.